UDF ഭരണത്തിൽ കയറിയപ്പോൾ ഏറെ സന്തോഷമായത് ആശാ വർക്കർമാർക്കാണ്. മാധ്യമ ശ്രദ്ധ നേടിയിട്ട് പോലും സർക്കാർ തിരിഞ്ഞു നോക്കാതിരുന്ന സാഹചര്യത്തിൽ നിന്നും മാറ്റം വരുത്തിയത് തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനായിരുന്നു. പന്തല് കെട്ടിയും പൊങ്കാലയിട്ടും മുടിമുറിച്ചും പ്രതിഷേധം നടത്തിയിട്ടും മുഖ്യമന്ത്രി അനങ്ങിയില്ല. ഭരണത്തിൽ കയറിയാൽ ആശമാർക്ക് തുക കൂട്ടി നൽകാമെന്ന് വാഗ്ദാനം നൽകി. ഭരണം ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടം എന്നോണം പൈസ കൂട്ടി നൽകി, അതായത് വാക്ക് പാലിച്ചു. തുടരെ അത് കൂട്ടി നൽകുമെന്നും അറിയിച്ചു, അതായത് ഇലക്ഷൻ സമയത്തെ ഒരു വാഗ്ദാനം ഇവർ പാലിച്ചു. തീർന്നില്ല. എന്തുകൊണ്ട് പിണറായിയുടെ രണ്ടാം സർക്കാർ ഇങ്ങനെ അധപ്പതിച്ചു? ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ആരോഗ്യ മേഖലയിലായിരുന്നു. അതെന്തുകൊണ്ടാകാം? വീണ ജോർജ് കാര്യശേഷിയുള്ള മന്ത്രി ആയിരുന്നില്ല. എന്ത് കാര്യത്തിലും ഓടിയെത്തുന്ന ശൈലജ ടീച്ചറായിരുന്നു ആദ്യ സർക്കാരിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ വീണ ജോർജ് അത്യാവശ്യ കാര്യത്തിന് പോലും എത്താറില്ല. മാത്രമല്ല, ഡോക്ടർമാരോടും നീതി കാണിച്ചില്ല. കൃത്യമായി സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങി നൽകാതെ ഡോക്ടർമാരുടെ വെറുപ്പും വാങ്ങിക്കൂട്ടി. ശരിക്കും രോഗികൾ ആശുപത്രിയിൽ പോകാൻ ഭയപ്പെട്ടു. നവജാത ശിശുക്കളുടെ മരണം, കുട്ടികളുടെ മരണം, ഗർഭിണികളുടെ മരണം, ചികിത്സ കിട്ടാതെ രോഗി മരിക്കുക തുടങ്ങി അപകടങ്ങളുടെ ഘോഷയാത്രയായിരുന്നു കഴിഞ്ഞ 5 വർഷവും. ആരും കേൾക്കാൻ ആളില്ലാതെ കിടന്ന വകുപ്പിൽ പ്രധാന വകുപ്പായിരുന്നു ആരോഗ്യ മേഖല.